ഹായ് എല്ലാവർക്കും ജലീൽ കിച്ചൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി പുട്ടാണ്, പൈനാപ്പിൾ പുട്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റം പുട്ട് കണ്ടിട്ടുണ്ട്, ഇറച്ചി പുട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് പൈനാപ്പിൾ പുട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്ന മുമ്പിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് ഞാനിപ്പോൾ ഇവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോൻ്റെ അടുത്ത് വരും. അത് നമുക്കിനി തൊലി കളഞ്ഞൊന്നെടുക്കാം. അതിന് തൊലി കളയാൻ എളുപ്പ വഴിയാണിത്. നമുക്ക് 2 സൈഡ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ കുത്തനെ നിർത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ തൊലി ചെത്താൻ നല്ല ഈസി ആയിരിക്കും. അതുപോലെ നമ്മൾ പൈനാപ്പിളിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെത്തിയെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്തില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതേ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു അളവ് നമുക്ക് ജ്യൂസ് അടിക്കുന്ന അളവ് ഈ അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക്, ജ്യൂസ് അടിക്കുന്ന മിക്സിൻ്റെ ജാറിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം അടിച്ചെടുക്കണം. വെള്ളം ഒഴിക്കണ്ട, പിന്നെ അധികം വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ. അങ്ങനെ വെള്ളമൊക്കെ ഒരളവിന് ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്, പൈനാപ്പിൾ ജ്യൂസ്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിൽ ഒരുപാട് ഇതുണ്ടാവും, നാര് പോലത്തെ. അതുകൊണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു പാത്രം വെച്ച് നമ്മൾ അരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുക. അത് നാല് പോലത്തെ ഉള്ളതുകൊണ്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ നമുക്ക് അത് റിമൂവ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മളെ പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടി, അതായത് പുട്ടുപൊടി, പിന്നെ തേങ്ങ, പിന്നെ നമ്മൾ ഈ ജ്യൂസും. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് നമുക്കത് പുട്ടിന് പരുവത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് അരിപ്പൊടി ആദ്യം ഇട്ടിട്ടുണ്ട്. ഞാൻ 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളെ പുട്ടിന് എങ്ങനെയാണോ അളവ്, ആ അളവിൽ നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഉപ്പ് നമ്മൾ നേരിട്ട് ആഡ് ചെയ്യുന്നില്ല, നമ്മളൊരു വെള്ളം കലക്കിയിട്ട് ആ ഉപ്പ് വെള്ളമാണ് അതിലേക്ക് ഒഴിക്കുന്നത്. അങ്ങനെ നമ്മളിതാ മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം വെള്ളമാകരുത്. നമ്മൾ പുട്ടിൻ്റെ പരുവത്തിന് നമ്മളൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് നമ്മൾ ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കാം. നല്ല മണമാണ്, പൈനാപ്പിളിൻ്റെ നല്ല സ്മെല്ലാണല്ലോ. ഇതിപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. അങ്ങനെ നമ്മൾ പുട്ടിൻ്റെ ഭാഗത്തിന് നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പുട്ടും കുറ്റി എടുത്തിട്ട് അതിലേക്ക് ആദ്യം നമ്മളെ ചില്ലിട്ട് കൊടുക്കണം. അതിനുശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു ലെയർ തേങ്ങ ഇട്ട ശേഷം അതിൻ്റെ മേലെ നമ്മൾ സാധാ പുട്ട് നിറയ്ക്കുന്ന പോലെ തന്നെ, അതിനൊന്നും ഒരു വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ തന്നെ നമ്മൾ ഒരു ലെയർ തേങ്ങ ഇട്ട് കൊടുക്കുക. അതേപോലെ അതിൻ്റെ മേലെയും കുറച്ച് തേങ്ങ നമ്മൾ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ സൈഡിലും കുറച്ച് തേങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം വെള്ളമൊക്കെ ഒന്ന് ചെറുതായി തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൽ അടപ്പിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ആവി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. ഏകദേശം നമ്മൾ ആവി വന്നിട്ടുണ്ട്, നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഇങ്ങനെ കുത്തിയെടുക്കുക. നല്ല കളറാട്ടോ, നല്ല കളർ, നല്ല ചൂട്, അത് നല്ല സ്മെല്ല്. ഈ പൈനാപ്പിൾ ഇത് ചൂടാകുമ്പോഴുള്ള സ്മെല്ല് നല്ല അടിപൊളി ഇതാണ്. അങ്ങനെ നമ്മൾ പൈനാപ്പിൾ പുട്ട് റെഡിയായി. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം തേങ്ങ ഇടുക, പിന്നെ മാവ് ഇടുക, പിന്നെ അതിൻ്റെ മേലെ തേങ്ങ ഇട്ട് ഇതിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം.
ഇനി നമ്മൾ പുട്ടുപൊടിക്കുക. ഈ പുട്ടുപൊടിയാണ്. അപ്പോൾ അതേപോലെ നമുക്ക് എല്ലാം നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കാം. ഏകദേശം രണ്ടാമത് ഇത് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കാസറോളിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പൈനാപ്പിൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമ്മളെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പൈനാപ്പിൾ പുട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവും നമ്മുടെ പൈനാപ്പിൾ പുട്ടെന്ന്. അതിന് നമ്മൾ പുട്ടും കടലക്കറിയും പപ്പടം ഉണ്ടെങ്കിൽ പപ്പടത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമായിരിക്കും. അങ്ങനെ നമ്മളിവിടെ പുട്ടും കടലക്കറി എടുത്തിട്ടുണ്ട്. ഒരു കട്ടൻ ചായ. അപ്പോൾ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്നുണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ അടിപൊളിയാണ്. ഇനി ഒരു പുതിയ വീഡിയോയുമായി പിന്നെ കാണാം. അതുവരയ്ക്കും ബൈ.